നിങ്ങളെന്താ ഈ സ്വർണ്ണവില കൂടിയ നോക്കുകയാണോ? എന്താ കല്യാണത്തിന് വരുന്നുണ്ടോ? അല്ലല്ല, ഇത് സ്വർണ്ണവിലൊന്നല്ല. ഇത് നമ്മുടെ കെ സുരേന്ദ്രൻ്റെ കേസുകളുടെ എണ്ണത്തിന് പരസ്യമാണ്. 1, 2, 3 പേജിലുണ്ട്. 3 പേജ് നിറയെ പരസ്യം. അല്ല, അത് നമ്മുടെ ജന്മഭൂമിയിൽ തന്നെയാണല്ലോ കേസ് പരസ്യം ഉള്ളത്. അത് ചെറിയതല്ല കേട്ടോ. 243 കേസുണ്ട്. 243 കേസ്. സെക്ഷൻ കണ്ടോ നിങ്ങൾ? 143 ഉണ്ട്, 44 ഉണ്ട്, 308 വരെ ഉണ്ട്. അതെ, അതായത് പിന്നെ അശ്ലീല പരാമർശമുണ്ട്, ഭീഷണിപ്പെടുത്തലുണ്ട്, തട്ടിക്കൊണ്ടുപോകാൻ കൂട്ടുന്നതിനുണ്ട്, അതുപോലെ അന്യായമായ സംഘം ചേരലുണ്ട്. അതിനെല്ലാം പുറമെ വധശ്രമം വരെ. നമ്മുടെ വയനാട് സ്ഥാനാർത്ഥി ചെറിയ ആളല്ല. അല്ല, അദ്ദേഹം ഒരു സംസ്ഥാന നേതാവല്ലേ. അപ്പോൾ മാത്രമല്ല ഈ കേസ്, അതുകൊണ്ടാണ് കേസ് സംസ്ഥാന വ്യാപകമായി നിൽക്കുന്നത്. അതെ, സംസ്ഥാനത്തിൽ ഏതാണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും കേസുണ്ട്. ഇതില് ഇപ്പൊ നിങ്ങൾ ഈ ഒരു കേസ് കണ്ടോ? IPC 193/2001 ബദിയടുക്ക സ്റ്റേഷനിലാണ്. ഇത് നമ്മുടെ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയ കേസല്ലേ? സ്വാധീനിക്കാൻ ശ്രമിച്ചു. നമ്മൾ ആ പ്രസീതയുടെ കേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഏത് പ്രസീത? കഴിഞ്ഞ ദിവസം സുരേന്ദ്രനോട് ചോദിച്ച സമയത്ത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ പ്രസീത. എന്തോ ഈ പറയുന്നത്? ആരാണ് ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾക്കെതിരെ പരാതിപ്പെട്ട അതിലൊന്നും അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. അതൊന്നും ഒരു പ്രചാരണ വിഷയമേ ആവില്ല. അല്ല, ഇപ്പൊ സുരേന്ദ്രൻ ഈ പറഞ്ഞതുപോലെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയും പോലെ പോരാ. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാണ്. അതുകൊണ്ട് കേസുകൾ എണ്ണി പറയേണ്ടി വരും. ശരിയാ. അല്ല, ഈ കൂട്ടത്തില് വല്ല ED കേസ് വല്ലതും ഉണ്ടോ? ശരി, നിങ്ങളെന്താ ആളമോ എന്താക്കണോ സുരേന്ദ്രനെതിരെ ED കേസ്? അല്ല, നിങ്ങൾ ചൂടാണ്ട, ഞാനൊരു കാര്യം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും സുരേന്ദ്രനെതിരെ എങ്ങനെ ED കേസ് എടുക്കുക? അദ്ദേഹം ED പാർട്ടീൻ്റെ ആളല്ലേ. അതൊക്കെ EDയും CBIയും എന്തിന് നാർക്കോട്ടിക് വരെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയല്ലേ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത്. ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു വലിയ ദൗത്യമാണ്. ഞാൻ ആ ദൗത്യം എപ്പോഴും ഏറ്റെടുക്കാൻ മടിയില്ലാത്ത ഒരാളാണ്. ഏത് കഠിനമായിട്ടുള്ള വെല്ലുവിളികളെയും നേരിടാൻ, ഏതറ്റം വരെയും അധ്വാനിക്കാൻ ഒക്കെ മനസ്സുള്ള ഒരാളാണ്. അതുകൊണ്ട് നല്ല പ്രകടനം ഞങ്ങളവിടെ കാഴ്ചവെക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാവുന്ന സുരേന്ദ്രൻ അത്ര ചില്ലറക്കാരനല്ല അല്ലേ? 243 കേസിന്റെ പിൻബലമുള്ള ആളാണ്. അതൊക്കെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയും കൂട്ടരും ചാർത്തി വിടുന്നതല്ലേ അതിൽ പലതും. അതിലൊക്കെ അവർക്ക് പല പ്രയോജനമുണ്ടോ? അല്ല, അതില് അവർക്ക് എന്ത് പ്രയോജനം? കേസ് വെച്ച് വില പേശാലോ. കേന്ദ്രം എടുത്ത കേസ് പിൻവലിച്ചാൽ കേരളം എടുത്ത കേസ് പിൻവലിക്കാം. അതല്ലേ? അപ്പോൾ അതായത് കേരളത്തിനെതിരെ കേന്ദ്രം എടുത്ത ED കേസ്, കരുവന്നൂർ ബാങ്ക്, എക്സാലോജിക്സ്, മാസപ്പടി, അതൊക്കെ ആയിരിക്കും അല്ലേ? ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്കൊരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നു. ഇവിടെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ, അങ്ങനെയും പറയാം. പിന്നെ വേറൊരു വാക്കും കൂടി പറയാം, എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി. അതെ.